ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ഈ ചെറിയ ബേസിൽ നിന്ന് നമ്മളൊരു വലിയ ബേസിലേക്ക് മാറണം കേട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ ഗോൾ പറഞ്ഞാൽ നമുക്കൊരു വീടുണ്ടാക്കണം, പിന്നെ നമുക്കൊരു പെറ്റിനെ കണ്ടെത്തും വേണം, പിന്നെ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റോറേജ് റൂം ഉണ്ടാക്കണം, പിന്നെ എന്താ പറയുക, നമുക്കൊരു മൈനിങ് ഏരിയ സ്റ്റാർട്ടാക്കണം ഗായ്സ്. അപ്പോൾ നമ്മൾ വൈകിപ്പിക്കാതെ തന്നെ നമ്മളെ വീഡിയോക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ഞാൻ കുറച്ച് സാൻഡ് മെൽറ്റാക്കാൻ വെച്ചിരുന്നു. എനിക്ക് ഗ്ലാസിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ അതവിടെ മെൽറ്റായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വൂളൊക്കെ ഷീപ്പിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിരുന്നു. ഇനി ഗായ്സ്, നമുക്ക് വീടുണ്ടാക്കാൻ എനിക്ക് കുറച്ച് തോനെ മരങ്ങൾ വേണം, സ്പ്രൂസും ഓക്കും ആയിക്കാണ്ട്. അപ്പോൾ ഗായ്സ്, നമുക്ക് അതിന് പോകാം. ഞാൻ കുറച്ച് ആക്സും നമ്മളൊരു രണ്ട് ബണ്ടിലൊക്കെ എടുത്തുകൊണ്ട് ഗായ്സ് നമുക്ക് ആ ഡയറക്ഷനിലോട്ട് നമുക്ക് പോട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ സ്പ്രൂസിൻ്റെ ഇത് കണ്ടു ഗായ്സ്. പക്ഷേ ഞാനൊരു സാപ്ലിങ്ങും പോലും എടുക്കാൻ മറന്നു ഗായ്സ്. ഒന്നെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നട്ട് പറിച്ചാൽ മതിനു. എനിക്കൊരു 5 സ്റ്റാക്ക് രണ്ടും വേണം കേട്ടോ ഗായ്സ്. നമുക്കൊരു ബെഡ് എടുക്കട്ടോ ഗായ്സ്, കാരണം നമ്മൾ അപ്പം രാത്രി ഇനി അവിടുന്ന് ചത്ത ഗായ്സ് മൂഞ്ചിയില്ലേ. അപ്പോൾ നമുക്ക് ഈ ഡയറക്ഷനിൽ വിടാട്ടോ ഗായ്സ്. ഈ ഡയറക്ഷനിൽ പോയിക്കാണ്ട് നമുക്ക് എന്താ പറയുക, നമ്മളെ സ്പ്രൂസ് കിട്ടുമെന്ന് നോക്കാം. ഇനി ഞാൻ സ്പ്രൂസ് കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക. അതല്ല ഇതിൻ്റെ ഇടയിൽ വല്ല വില്ലേജോ വല്ല നമ്മൾ ഡെഡാവേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെ സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ് സ്പ്രൂസ് അപ്പം വന്നപ്പോൾ ഗായ്സ് നമ്മൾ അക്കാശ്യ വുഡിൻ്റെ അവിടെ നിങ്ങൾക്കൊരു വില്ലേജ് കിട്ടിയിട്ടോ ഗായ്സ്. നമുക്ക് ഈ വില്ലേജിൽ നിന്ന് കിട്ടുന്ന ലൂട്ടൊക്കെ എടുത്തിട്ട് ഗായ്സ് നമുക്ക് നമ്മളെ സ്പ്രൂസ് അപ്പൽ തുടങ്ങാം. അപ്പോൾ വില്ലേജ് കിട്ടിയെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വന്നതാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഓരോ വീട്ടിലൊക്കെ കയറിയാണ്ട് എന്തൊക്കെ കിട്ടുന്നുണ്ടോ ഒക്കെ എടുത്തിട്ട് വരട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഞാനൊക്കെ എടുത്തു, ആവശ്യത്തിനൊക്കെ കിട്ടിയാണ് കേട്ടോ ഗായ്സ്. ഇനി നമുക്ക് സ്പ്രൂസ് തപ്പാൻ പോകട്ടോ ഗായ്സ്. അങ്ങനെ ഗായ്സ്, ഞാൻ കുറേ നേരത്തെ തെരച്ചിലിൻ്റെ അടിയിൽ ഗായ്സ് നമുക്കതാ സ്പ്രൂസിൻ്റെ പായം കിട്ടിട്ടോ ഗായ്സ്. എൻ്റെ വീട് നിൽക്കണ -753 2000 എത്ര ഇതിലുമാണ് കേട്ടോ ഗായ്സ്. നമ്മൾ കോർഡിനേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗായ്സ് നമ്മളൊരു 1000 ഇങ്ങോട്ടും 750 മൈനസ് ചെയ്യുന്നു ഗായ്സ്. ഇപ്പോൾ -1 ഇപ്പോൾ 28 ആയിക്കണു ഗായ്സ്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 5 സ്റ്റാക്കെങ്കിലും സ്പ്രൂസ് കിട്ടണം ഗായ്സ്. ഞാൻ അതൊക്കെ ഒന്നും ഫുള്ളായി കണ്ടിട്ടുണ്ട് കേട്ടോ ഗായ്സ്. നമുക്ക് ലെങ്ത്ത് വളരെ കൂടും, കാരണം നമുക്കൊരു വീടുണ്ടാക്കണം, അങ്ങനത്തെ കുറേ പണിയുണ്ട് കേട്ടോ ഗായ്സ്. ഇപ്പോൾ ഞാൻ കുറച്ച് മുറിച്ച് കണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കിയൊക്കെ ഇനി ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കാം കേട്ടോ ഗായ്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണിട്ടോ ഗായ്സ്. അപ്പോൾ എനിക്ക് ഈ സ്പ്രൂസ് ഒരു 5 സ്റ്റാക്കും ഓക്ക് 5 സ്റ്റാക്കും മതി കേട്ടോ ഗായ്സ്, വേറെ ഒന്നും വേണ്ട. അപ്പം എന്നാൽ ഇനി നിങ്ങൾ സ്പീഡ് കണ്ടിട്ട് വരും. അങ്ങനെ ഗായ്സ്, ഞാൻ കുറേ നേരത്തെ മുറിക്കണീൻ്റെ അടിയിൽ ഗായ്സ് 5 സ്റ്റാക്ക് ഞാൻ സ്പ്രൂസ് ലോഗ് ഒപ്പിച്ചിരിക്കണു. ഇനി അതല്ല ഗായ്സ് ഏറ്റവും പ്രശ്നം, കാരണം എനിക്ക് എൻ്റെ വീട് വരെ പോകണം ഗായ്സ്. അങ്ങനെ 56 സാപ്ലിങ്ങും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഗായ്സ്. ഞാൻ 56 സാപ്ലിങ്ങില്ലത് ഞാൻ ഒരു സ്റ്റാക്ക് ആക്കിട്ടോ ഗായ്സ്. ഇനി നമുക്ക് കുറച്ച് ഓക്കും കൂടി മുറിക്കട്ടോ ഗായ്സ്. അങ്ങനെ ഗായ്സ്, ഞാൻ ഓക്കും സ്പ്രൂസും ഒക്കെ മുറിച്ചാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ ഗായ്സ്. എൻ്റെ വീട്ടിലെത്തിയാണ് ഞാനൊക്കെ ഇനി ഒരു ചെസ്റ്റിലാക്കി വെക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ 5 സ്റ്റാക്കും 10 ഓക്ക് ലോഗും 5 സ്റ്റാക്ക് സ്പ്രൂസ് ലോഗും കിട്ടിയിരുന്നു കേട്ടോ ഗായ്സ്. പിന്നെ ഞാൻ കുറച്ച് സ്റ്റോൺ ഞാൻ മെൽറ്റാക്കാൻ വെച്ചിരുന്നു ഗായ്സ്. ആ സ്റ്റോണൊക്കെ ആയി വരുന്നുള്ളൂ. ഇനി നമുക്ക് അതൊന്നല്ല കേട്ടോ ഗായ്സ്. ഇനി നമുക്ക് നമ്മളെ വീട് എവിടെ ഉണ്ടാക്കുന്നതാണ് നമുക്ക് തപ്പേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വീട് എവിടെ വെക്കുക എന്നുള്ളത് ഒന്ന് തപ്പിയിട്ട് നമ്മളെ ഇതൊക്കെ കൊണ്ടുപോകട്ടോ ഗായ്സ്. അങ്ങനെ ഗായ്സ്, ഞാൻ കുറേ നേരം തെരച്ചിലിൻ്റെ ഇടയിൽ ഗായ്സ് നമുക്കൊരു വേറൊരു വില്ലേജും കൂടി കിട്ടിയിട്ടോ ഗായ്സ്. ഇത് നമ്മളെ സാധാ
സ്റ്റാർട്ടർ ബേസിൻ്റെ അടുത്തുനിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ ഗായ്സ്, നമ്മളെ അടുത്ത് തന്നെയാണ് ഗായ്സ്. നമുക്ക് ഇനി അവിടേക്കൊക്കെ ഒന്ന് പോയോ കേട്ടോ ഗായ്സ്. ഗായ്സ് ഇതിൻ്റെ അടിയിലൊക്കെ ഗായ്സ് എന്തൊരു വലിയ കേവാണ്. ഒല്ലാ, നമുക്ക് കേവ് മൈനിങ് ഒക്കെ ചെയ്യണം കേട്ടോ ഗായ്സ്. പക്ഷേ ഇപ്പോൾ വേണ്ട, നമുക്കൊരു ഹൗസും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പേടില്ലാതെ പോയി ചത്താലും നമ്മൾ വീട്ടിലേക്ക് എത്തുന്നെങ്കിലും കരുതുക ഗായ്സ്. ഇപ്പം നമ്മളത്തെ ആ ചെറിയ ബേസിലല്ലേ, പിന്നെ നമുക്ക് ഫുള്ള് ഡയമണ്ട് ആർമറൊക്കെ പെട്ടെന്നൊക്കെ ആക്കണം ഗായ്സ്. അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് കിട്ടുന്ന ലൂട്ടൊക്കെ ഒന്ന് എടുത്തിട്ട് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ് അങ്ങനെ ഞാൻ കുറേ നേരം അവിടുത്തെ ലൂട്ടും ഒക്കെ എടുത്തുകൊണ്ട് ഞാനൊരു സ്ഥലം കണ്ടെത്തി. പക്ഷേ അവിടെ ഗായ്സ് അവിടെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട് കേട്ടോ ഗായ്സ്. നമുക്ക് ഔട്ട് പോസ്റ്റിൽ പോയി കണ്ട് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് നോക്കട്ടോ ഗായ്സ്. ഞാൻ വന്നത് ഇപ്പോൾ സ്ഥലം നോക്കാനാണ്, പക്ഷേ കുറേ സാധനങ്ങൾ കണ്ടു കേട്ടോ ഗായ്സ്. അങ്ങനെ ഗായ്സ് ഞാൻ ഔട്ട് പോസ്റ്റ് എത്തി അമ്പലമൊക്കെ ഒന്ന് കൊല്ലട്ടോ ഗായ്സ്. വാടാ നമുക്ക് ഫൈറ്റ് ഗായ്സ്. ഇനി നമുക്ക് ഒമിനോസ് ബോട്ടിലൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് റൈഡ് വിളിച്ച് ഇതാക്കട്ടോ ഗായ്സ്. ഓ എല്ലാവരും കൂടി നമ്മളെ ഷീൽഡിന് ഡ്യൂറബിലിറ്റി ഉണ്ട്, അപ്പോൾ കുഴപ്പമില്ല ഗായ്സ്. അങ്ങനെ ഒരാൾ ചത്ത് ഓല് വെടിച്ചാണ്ട് ഓലെന്നെ ചത്തോട്ടോ ഗായ്സ്. നമ്മൾ തല്ലിയ നമ്മളെ മേത്ത് കൊള്ളു കേട്ടോ കണ്ടോ ഗായ്സ്. നിങ്ങളെന്നെ ചത്തോളൂ. അല്ലാ ഗായ്സ് ആകെ 4 അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ എല്ലാവരെയും കൊന്നു കേട്ടോ ഗായ്സ്. ഒരാളുണ്ട് അവിടെ, നമുക്ക് ഓനെ കൊല്ലാനൊന്നും പോകണ്ട. അപ്പോൾ ഗായ്സ് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് എൻട്രൻസ് കൂടെ പോകണ്ട കേട്ടോ ഗായ്സ്. നമുക്കിതൊക്കെ പൊട്ടിച്ചാണ്ട് പോകാം. ഇതിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടാവില്ലേക്കാരല്ലേ ഗായ്സ്. ഗായ്സ് അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. ഞാനിപ്പോൾ ഗായ്സ് നമ്മളെ മോൾക്ക് വന്നുകൊണ്ട് നമുക്കിനി ഇവനെ കൊല്ലട്ടോ ഗായ്സ്. ഓൻ്റെ അടുത്ത് എൻജോയിൻ്റെ ഇത് ക്രോസ് ബോ ആണ് ഉള്ളത്. നമുക്ക് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല ഗായ്സ്. നമുക്ക് ബോവാണ് ഇതിൻ്റെ ഉപകാരം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളങ്ങനെ ഓനെ കൊന്നു കേട്ടോ ഗായ്സ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ലൂട്ടുണ്ടെന്ന് നോക്കട്ടോ ഗായ്സ്. ഗായ്സ് ഒമിനോസ് ബോട്ടിൽ വരുന്ന ഒരാളെ കൊന്നാലല്ലേ, ഓനെ നമ്മൾ കൊന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തായാലും ഓനുണ്ടാവും. അപ്പോൾ ഗായ്സ് നമുക്കൊന്ന് കയറി വെക്കാം. ഇവിടെ ആരുമില്ല, പൊട്ടെ ഗായ്സ്. ഇനി മുകളിൽ ഇവനാ ഗായ്സ് ഒമിനോസ് ബോട്ടിൽ വരുന്ന ആൾ. നമുക്ക് ഇവനെ കൊല്ലട്ടോ ഗായ്സ്. ആകെ ഒരാളുള്ളൂ തോന്നുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് ഇവനെ കൊല്ലാം. അല്ല ഗായ്സ് 2 ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് 2 ഒമിനോസ് ബോട്ടിൽ ഒരാൾ ചത്തു. നമുക്ക് ഓനും കൂടി കൊല്ലട്ടോ ഗായ്സ്. പിന്നെ നമുക്ക് ഓനും കൂടി അങ്ങനെ ഗായ്സ് നമ്മൾ 2 ആൾക്കാരും കൊന്നു. അങ്ങനെ നമ്മൾ ഒമിനോസ് ബോട്ടിലും കൂടി കിട്ടിട്ടോ ഗായ്സ്. ഒമിനോസ് ബോട്ടിലും ഒമിനോസിൻ്റെ എന്താ പറയുക ബാനറും കിട്ടി. അപ്പോൾ ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, നമുക്ക് അതിൽ എന്തൊക്കെ ഉണ്ട് നോക്കട്ടോ ഗായ്സ്. അവിടെ അടുത്ത് തന്നെ ഒരു സ്നോ ബയോമും ഉണ്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് 2 ഒമിനോസ് ബോട്ടിൽ കിട്ടിയോ. ഒമിനോസ് ബോട്ടിൽ 3ഉം ഒമിനോസ് ബോട്ടിൽ 4ഉം കിട്ടിട്ടോ ഗായ്സ്. പിന്നെ 2 ബാനറും കിട്ടി. ഇപ്പോൾ ഗായ്സ് സ്മിത്ത് ആർമർ ട്രിം ഉണ്ട് കേട്ടോ ഗായ്സ്. ആർമർ ട്രിം 2 ഉണ്ട്. പിന്നെ 3 ഡാർക്ക് ഓക്കിൻ്റെ ലോഗ് കിട്ടി. പിന്നെ ഒരു ക്വിക്ക് ചാർജാണ് ഗായ്സ്, അത് ക്രോസ് ബോക്ക് പറ്റണല്ലേ ഗായ്സ്. പിന്നെ ഒരു ലെവലിൻ്റെ ഒരു ബോട്ടിലും കിട്ടി ഗായ്സ്. പിന്നെ നമുക്ക് ഇതിലെന്തൊക്കെ ഇനി ഗായ്സ് 9 വീറ്റും 2 ഹുക്ക്. അത് ഗായ്സ് ഇത് ട്രാപ്പ് കൊടുക്കണ ഹുക്കല്ലേ ഗായ്സ്. അത് ട്രാപ്പ് കൊടുക്കണ ഹുക്ക് തന്നെയാണ്. നമുക്ക് ആ ചെസ്റ്റും കൂടി എടുക്കട്ടോ ഗായ്സ്. ഇനി ഗായ്സ് നമുക്ക് നമ്മളെ ബേസിലെത്തിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഗായ്സ് ഞാൻ കുറേ നടന്ന് നമ്മളെ ബേസിലെത്തിട്ടോ ഗായ്സ്. ബേസിലെത്തിയാണ്ട് എനിക്ക് ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കാണ്ട് അങ്ങനെ നമ്മളെ സ്റ്റോൺ ആയി വരുന്നുള്ളൂ. നമുക്ക് സ്റ്റോൺ എടുത്താണ്ട് നമുക്ക് ആ ചെസ്റ്റിൽ വെക്കട്ടോ ഗായ്സ്. നമുക്കിനി കുറച്ച് നേരം AFK നിന്നാലേ സ്റ്റോണ് ഫുള്ളായി വരുള്ളൂ എന്നാണ് തോന്നുന്നു കേട്ടോ ഗായ്സ്. അല്ലാതെ എത്രങ്ങാനുണ്ട് ഗായ്സ്. സ്റ്റോണ് കുറച്ച് ടാസ്ക് തന്നെയാണ്. ഇപ്പം നമുക്ക് സ്റ്റോൺ ബ്രിക്കൊക്കെ ആക്കാനാണ് ഞാൻ സ്റ്റോണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഗായ്സിന് നമുക്ക് നല്ലൊരു സ്ഥലത്ത് നമ്മളിതൊക്കെ കൊണ്ടുപോയിക്കട്ടോ. ഇപ്പോൾ ഗായ്സ് നമ്മളെ വീടുണ്ടാക്കല സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളിതാ ഒരു സ്ഥലത്ത് എത്തി ഗായ്സ്. ഇതല്ല കേട്ടോ ഗായ്സ് സ്ഥലം. ഞാൻ അവിടെ ടെറാഫോമിങ് ചെയ്താണ്ട് പുല്ലൊക്കെ കളഞ്ഞ് വെള്ളമായിട്ട് പുല്ലൊക്കെ കളഞ്ഞ് നല്ലൊരു സ്ഥലം വെച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതാ വരുന്നു കേട്ടോ ഗായ്സ്. ഇതാണ് ഞാൻ കുറേ നേരം അവിടെ പൊന്തിക്കണ ഡേർട്ടും ഒക്കെ മുറിച്ച് വെള്ളം പറന്ന് ഗായ്സ് ഇവിടെ ഫുള്ള് ടെറാഫോം ആക്കിയാണ്ട് നല്ല അടിപൊളി സ്ഥലമാക്കി എടുത്തു കേട്ടോ ഗായ്സ്. ഇനി ഗായ്സ് നമുക്ക് ഇവിടെ നിറച്ച് വീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഗായ്സ്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ വീടുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഗായ്സ്.
ഇപ്പോൾ നമ്മളെ ബേസിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, -200 ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഗൈസ് നമുക്കിനി മൈനിങ്ങിന് പോകട്ടോ ഗൈസ്. ഞാൻ കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കിയിരുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മൈനിങ്ങിന് പോകട്ടോ ഗൈസ്. എനിക്ക് കുറച്ച് ഡീപ്പ് സ്ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ മൈൻ ചെയ്യണതിൻ്റെ ഇടയിൽ ഗായ്സ് നമ്മൾ വലിയൊരു കേവ് ആട്ടോ ഗായ്സ് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഞാൻ ടെറാഫാം ചെയ്യണതിൻ്റെ ഇടയിൽ കുറച്ച് സ്റ്റോൺ ആവശ്യം ഉണ്ടായിരുന്നു. അതിന് അവിടെ മലൻ്റെ അടുത്ത് പോയിക്കാണ്ട് കുറച്ച് തോന മുറിച്ചിരുന്നു കേട്ടോ ഗായ്സ്. നമുക്കിനി അവിടെ പോയിക്കാണ്ട് മുറിക്കേണ്ടി വരും ഗായ്സ്. ചിലപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോണ ആ കേവിക്ക് തന്നെ ആയിരിക്കും, കാരണം വലിയൊരു കേവ് ആട്ടോ ഗായ്സ് അത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്. നമുക്കിനി ഇവിടുന്ന് കുറച്ച് സ്റ്റോൺ എടുക്കണം ഗായ്സ്. ഇനി ഇതിൻ്റെ ഒരു സ്പീഡ് വീഡിയോകളൊന്ന് കണ്ടിട്ട് വരി. അങ്ങനെ ഗായ്സ് നമ്മൾ പിന്നെയും ഗായ്സ് നേരത്തെ കണ്ട അതേ കേവ് തന്നെ ഗായ്സ് ഇവിടെയും കണ്ടു ഗായ്സ്. ഇവിടെ ഗായ്സ് നമ്മൾ ചെറിയ എടുത്തായി കണ്ടാണ് ഗായ്സ് കാണുന്നത്. നമുക്ക് അവിടെ ഇറങ്ങിയ പിന്നെ സോംബി ഫൈറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇറങ്ങൊന്നും വേണ്ട ഗൈസ്. നമുക്കിവിടെ നമ്മൾ നടുവിലാണ് ഗൈസ്. നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ പോയാൽ ചിലപ്പോൾ കര കാണുന്ന തോന്നണം. നമുക്ക് അങ്ങനെ പോയി നോക്കണോ ഗൈസ്? നമുക്ക് അങ്ങനെ ഒന്ന് പോയി നോക്കട്ടോ ഗൈസ്. സോംബീസിനായിട്ട് ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ വയ്യ, കാരണം നല്ലൊരു ആർമർ ഉണ്ട്. അതുമാത്രം നമുക്കൊരു ബേസ് ഇപ്പോൾ കെട്ടിയിട്ട് ഗൈസ് നമുക്ക് പോകണമായിരിക്കും നല്ലത്. ഇപ്പോൾ അതിന് അപ്പോൾ ഗായ്സ് നമ്മൾ കരയിലെത്തിയിട്ട് ഗായ്സ് നമുക്ക് എന്താ ഡീപ് സ്ലൈറ്റ് മൈന് തുടങ്ങട്ടോ ഗായ്സ്. ആകെ ആ കേവ് ഗായ്സ് കുറച്ചും കൂടി പോയാൽ നമ്മളെ ഇതെത്തും തോന്നുന്നുണ്ട്. നമ്മളെ കര എത്തണം ഗായ്സ്. നമുക്കിവിടെ ടോർച്ചൊക്കെ ഗായ്സ് കുറച്ചും കൂടി പോയാൽ എത്തും തോന്നുന്നുണ്ട്. നമുക്ക് എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, നമ്മളെ മൈനിങ് തുടരട്ടോ ഗായ്സ്. നമുക്ക് ഒരു 5-6 സ്റ്റാക്കെങ്കിലും ഡീപ് സ്ലൈറ്റ് വേണ്ടി വരും ഗൈസ്. കാരണം ഡീപ് സ്ലൈറ്റ് നമുക്ക് മെൽറ്റ് ആക്കാതെ തന്നെ നമുക്ക് സ്റ്റോൺ ബ്രിക്ക് ആക്കാമല്ലോ. അപ്പം എന്ത് കാട്ടാം, നമുക്ക് അത് കുറേ ഉണ്ടാകുമ്പോൾ നമ്മളെ ബേസിന് നല്ല രസം ഉണ്ടാവും ഗൈസ്. അപ്പം നമുക്ക് ഡീപ് സ്ലൈറ്റ് അങ്ങനെ ഗൈസ് നമ്മൾ കര കണ്ടുകൊണ്ട് നമുക്കിനി ഡീപ് സ്ലൈറ്റ് വാങ്ങിച്ച് ചെയ്യാൻ പോട്ടോ ഗൈസ്. അങ്ങനെ ഗായ്സ് ഞാൻ കുറേ നേരം ഡീപ് സ്ലൈറ്റ് മൈൻ ചെയ്തു. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കാരണം ഞാനൊരു സാധനം കണ്ടിട്ടോ ഗായ്സ്. നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക എന്താണ് ആ സാധനം. ബട്ട് നമുക്ക് മുറിച്ചെടുക്കാനുള്ള അയൺ പിക്കാക്സ് ഇല്ല, കാരണം ഡയമണ്ട് ആട്ടോ ഗായ്സ്. നമ്മളെ ഈ വേൾഡിൻ്റെ ആദ്യത്തെ ഡയമണ്ട് ഞാൻ കണ്ടു കേട്ടോ ഗായ്സ്. എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല ഗായ്സ്. നമ്മൾ മൈൻ ചെയ്യണതിൻ്റെ അടിയിൽ കണ്ടതാട്ടോ ഗായ്സ്. ഇതാണ് നമ്മളെ ഡയമണ്ട് ഗായ്സ്, നമ്മളെ വേൾഡിലത്തെ ആദ്യത്തെ ഡയമണ്ട് ഗായ്സ്. ഇതിന് ഞാൻ റെഡ് സ്റ്റോണും 8 ഗോൾഡൊക്കെ മുറിച്ചപ്പോഴത്തിന് എൻ്റെ അയൺ പിക്കാക്സിന് ഡ്യൂറബിലിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അത് പൊട്ടി. അതുകൊണ്ട് നമുക്ക് എന്താ പറ്റിയ ഗായ്സ്, നമുക്ക് ഡയമണ്ട് മുറിച്ചെടുക്കാൻ പറ്റില്ല. അതിനിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിലോ അല്ലെങ്കിൽ ഈ എപ്പിസോഡിൽ നമുക്ക് വീട് ഉണ്ടാക്കുമ്പോൾ തന്നെ കുറേ സമയം എടുക്കും ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡയമണ്ടിനായിട്ട് നമുക്കൊരു അല്ലെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് വില്ലേജ് ഇതൊക്കെ ആക്കണം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇത് എത്തണം നോക്കട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് ഇത് 2 ഉള്ളൂ കേട്ടോ ഗൈസ്, 2 ഉള്ളൂ. ഞാൻ ഇവിടെയും കൂടിയൊക്കെ ഒന്ന് മൈൻ ചെയ്തിട്ട് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഗൈസ് ഞാൻ 7 സ്റ്റാക്ക് ഡീപ് സ്ലൈറ്റ് എടുത്തുകൊണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഡീപ് സ്ലൈറ്റ് കിട്ടിയിരുന്നു തോന്നണം കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് വീടുണ്ടാക്കാൻ ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അരുവെടുത്ത് വെക്കണം ഗൈസ്. പിന്നെ ഞാൻ വീടുണ്ടാക്കണ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഗൈസ്. കാരണം അത് നല്ല ലെങ്ത്ത് കൂടും കേട്ടോ, നല്ലോണം ലെങ്ത്ത് കൂടും. പിന്നെ ഈ വീഡിയോ യൂട്യൂബിൽ കണ്ടുകൊണ്ടൊന്നല്ല, ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ ഗൈസ്. പിന്നെ ബെഡ്റോക്ക് ആയതുകൊണ്ട് ടൈം ലാപ്സും പറ്റില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. അങ്ങനെ ഗായ്സ് കുറേ നേരത്തെ എഫോർട്ട് കൊണ്ട് ഞാനൊരു കിടിലം വീടുണ്ടാക്കിയാണ് കേട്ടോ ഗായ്സ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എക്സ്റ്റീരിയർ പണി ഫുള്ള് കഴിഞ്ഞു. നമുക്ക് കുറേ ഇൻറ്റീരിയർ പണി ഉണ്ട്. അപ്പോൾ
ഇപ്പം ഞാൻ എന്താ ഇത്രയും നേരം കൊണ്ട് ഉണ്ടാക്കിയ വീട് അതാ അങ്ങക്ക് റിവീൽ ചെയ്യാൻ കേട്ടോ ഗായ്സ്. അപ്പോൾ 3, 2, 1 ഗായ്സ്, ഇതാണ് ഞാൻ ഇത്രയും നേരം കൊണ്ട് ഉണ്ടാക്കിയൊരു കിടിലം വീട് കേട്ടോ ഗായ്സ്. എനിക്ക് നല്ലോണം പറ്റിയാണ് കേട്ടോ ഗായ്സ്. ഇനി നിങ്ങളെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റിൽ പറയും ഗായ്സ്. ഞാൻ കുറേ നേരം എടുത്തോണു ഗായ്സ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ ഇവിടെ ഒരു റൂമുണ്ട്, അപ്പുറത്തൊരു റൂമുണ്ട് കേട്ടോ ഗായ്സ്. പിന്നെ നേരെ നമുക്കൊരു സ്റ്റെപ്പാണ്, പിന്നെ ഇവിടെ ഒരു വലിയൊരു ഹാളാണ്. ഇത് ഞാൻ ബെഡ്റൂം ആക്കി എടുക്കാനാട്ടോ ഗായ്സ് നോക്കണത്. പിന്നെ എന്താ ഇവിടെ എൻ്റെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ ഗായ്സ്, ബാൽക്കണി. അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഗായ്സ്. ഇനി ഗായ്സ് നമുക്ക് മെയിൻ കുഴപ്പം പറയണത് ഇനി എൻ്റെ ബേസ് പോയി കണ്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പം ഞാൻ അതാക്കട്ടോ ഗായ്സ്. ഞാൻ ഇനി എൻ്റെ ബേസിൽ നിന്ന് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇവിടേക്ക് വരട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ് ഞാൻ അങ്ങനെ ബേസിലെത്തി. ഇനി ബേസ് നിന്നൊക്കെ കൊണ്ടുപോകാം. അങ്ങനെ ഗായ്സ് ഞാൻ കുറേ നേരത്തെ ഫോട്ടോ കൊണ്ട് ഗായ്സ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പഴയ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ 2 ഡബിൾ ചെസ്റ്റ് ഫുള്ളായിട്ടോ ഗായ്സ്. പിന്നെ അതുമാത്രമല്ല, ഒരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട്. നമ്മൾ ഈ വേൾഡിന് ഗോൾസിൽ എന്തൊക്കെയാണ് ഗായ്സ്, ഒരു വീട് ഉണ്ടാക്കുക, ഒരു പെറ്റിനെ കണ്ടെത്തുക, ഒരു മൈനിങ് ഏരിയ സ്റ്റാർട്ടാക്കുക. അതിൽ നമ്മളൊരു പെറ്റിന് കണ്ടെത്തി ഗായ്സ്. ഇനി നമുക്ക് ആകെ സ്റ്റോറേജ് ഉണ്ടാക്കാനുള്ളൊരു ഗോളും കൂടി ഉള്ളൂ. അങ്ങനെ നമുക്കൊരു ഡോഗിനെ കിട്ടിയിരുന്നു. ഇവന് പറ്റിയ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗായ്സ്. ഞാൻ എൻ്റെ ബെഡ്റൂമിനുള്ള പണി നോക്കട്ടോ ഗായ്സ്. അങ്ങനെ ഗായ്സ് ഞാൻ ബെഡ്റൂമൊക്കെ റെഡിയാക്കി എടുത്തുക്കണു. ഇനി എനിക്ക് എൻ്റെ കിച്ചണ് റെഡിയാക്കണം ഗായ്സ്. കിച്ചൺ ഞാൻ ഏത് റൂം എടുക്കും ഗായ്സ്? കിച്ചൺ നമുക്ക് ഈ റൂം തന്നെ ആക്കട്ടോ ഗായ്സ്. അപ്പുറത്ത് നമുക്ക് സ്റ്റോറേജ് റൂമും ആക്കാം. അങ്ങനെ ഗായ്സ് ഞാൻ കിച്ചണൊക്കെ റെഡിയാക്കി. നമ്മളെ വീട്ടിലത്തെ ആദ്യത്തെ ഉറക്കം അങ്ങനെ നമ്മൾ കഴിച്ചിട്ടോ ഗായ്സ്. അങ്ങനെ ഗായ്സ് നമ്മൾ ഉദ്ഘാടനം കഴിച്ചു. നമ്മളെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് നമ്മളെ 49 ദിവസത്തിലാട്ടോ ഗായ്സ് ഉറങ്ങുന്നത്. നമ്മൾ 5 ദിവസമാണ് നമ്മൾ എന്താ ഇൻട്രോ പറഞ്ഞിരുന്നത്. ഇപ്പം 49. അങ്ങനെ ഞാനിതാ ഇവിടെ സ്റ്റോറേജിനുള്ള ചെസ്റ്റൊക്കെ അടുക്കി പറക്കി വെച്ചു കേട്ടോ ഗായ്സ്. ഇനി നമുക്ക് ഇവിടെ ഇതൊന്ന് ഓട്ടോമാറ്റിക് ആക്കി എടുക്കണം. അതിന് നമ്മുടെ കോപ്പർ സ്മെൽറ്റാക്കാൻ വെച്ചിരിക്കണം ഗായ്സ്. അതൊക്കെ ഒന്ന് എടുക്കട്ടോ ഗായ്സ്. ഞാൻ ഓട്ടോമാറ്റിക് ഉദ്ദേശിച്ചത് നമ്മളെ എന്താ കോപ്പർ ഗോളാട്ടോ ഗായ്സ്. അപ്പോൾ നമുക്കിവിടെ കോപ്പർ ഗോളത്തിന് സ്പോൺ ആക്കട്ടോ ഗായ്സ്. നമുക്ക് 2 കോപ്പർ ഗോളത്തിന് സ്പോൺ ആക്കാം. 2 പറ്റുമോ കാരം. അപ്പോൾ ഗായ്സ് നമ്മളിതാ പംകിന് വെച്ചുകൊണ്ട് നമ്മൾ ഷിയറൊക്കെ അങ്ങനെ ഗായ്സ് നമ്മൾ വേൾഡിലേക്ക് ഇതാ 2 കോപ്പർ ഗോളം വന്നു കേട്ടോ ഗായ്സ്. കോപ്പർ ഗോളം ഇനി എങ്ങനെ ഉണ്ടാവുമോ ആവോ, രണ്ടാളും തട്ടി തരണം ഒന്നും കാട്ടാക്കും അറിയില്ല. അങ്ങനെ ഗായ്സ് നമ്മളിനി എന്താ ഇതിൻ്റെ ഉള്ളിൽ അടുക്കി പറക്കി. അങ്ങനെ ഗായ്സ് ഞാനൊക്കെ അടുക്കി പറക്കി എല്ലാ ഇവിടുത്തെ 2 ഡബിൾ ചെസ്റ്റും വെച്ചാണ്ട് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചോണു. അപ്പോൾ ഗായ്സ് ഇനി നമുക്ക് എന്താ ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഗായ്സ്. ഞാൻ ഒന്നും ഇല്ലാത്തേക്ക് ഓരോ ഡേർട്ട് വെച്ചുകൊണ്ട് ഫില്ലാക്കി കേട്ടോ ഗായ്സ്. ഇനി എനിക്ക് എന്താ പരിപാടി ഗായ്സ്, ഞാൻ ഈ കിച്ചണിൽ ഇവിടെ ഗ്രൈൻഡ് സ്റ്റോണും ഒരു ബ്രോയിങ് സ്റ്റാൻഡും ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കണു. പിന്നെ നമുക്ക് എന്താ ഗായ്സ് നമ്മളിവിടെ ഫർണസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലാസ്റ്റ് ഫർണസൊക്കെ റെഡിയാക്കണം. ഇപ്പം നമ്മളെ ഡോഗിനെ ഗായ്സ് ഞാൻ ഇവിടെ ബാൽക്കണിയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. നമ്മളെ ഡോഗിനെ ബാൽക്കണിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡോഗിനെ നമ്മളെ കാട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞോട്ടെ. അപ്പോൾ ഗായ്സ് നമുക്കൊരു ചെറിയ പണിയും കൂടി ഉണ്ട് കേട്ടോ ഗായ്സ്. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്കൊരു ഫാം ലാൻഡ് ഉണ്ട്, നമുക്ക് അവിടെ പോയി നടാം കേട്ടോ ഗായ്സ്. നമുക്കിവിടെ ക്യാരറ്റ് നടാം. ആ ഫാം ലാൻഡ് ഗായ്സ് സീക്രറ്റ് ഏരിയയിലാണ് ഗായ്സ്. ഇതിൽ കൂടെ കയറി 2 സ്ഥലത്തും ഉണ്ടാവും. അങ്ങനെ നമുക്കൊക്കെ നടാം. അങ്ങനെ ഗായ്സ് നമ്മൾ നട്ടു ഒക്കെ കഴിഞ്ഞു ഗായ്സ്. ഇപ്പം തന്നെ ലെങ്ത്ത് നല്ലോണമായിരിക്കും. നമുക്കിന്നാ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കട്ടോ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.